ഇന്നത്തെ നമ്മുടെ ക്ലാസ് എട്ടാമത്തെ പാർട്ടാണ് ബുക്ക് ഓഫ് റെവലേഷന്റെ ആൻഡ് ടോട്ടലി ക്ലാസ് 24. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻ ആദ്യം ഞാൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ് മീ കംപ്ലീറ്റ് ഫ്രം ദ ലാസ്റ്റ് പോർഷൻ. ട്രിബുലേഷൻ, അതിനെക്കുറിച്ചുള്ളൊരു ചാർട്ടാണ്. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ കാണിക്കാനുള്ള കാരണം നമ്മൾ 3 കൂട്ടം കാര്യങ്ങളാണ് ഇപ്പൊ ഈ ആഴ്ചകളിൽ പഠിക്കുന്നത്. സീൽസ്, 7 മുദ്രകൾ, അത് കഴിഞ്ഞ് ട്രംപറ്റ്, കാഹളം, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, 7 കാഹളം, പിന്നെ 7 ബൗൾസ്. ഓക്കെ, എന്താണ്, ധൂപകലശം. അപ്പോൾ ഈ 3ഉം 7 എന്നുള്ള സംഖ്യയുമായിട്ട് ബന്ധമുള്ളതും ആ 7 എണ്ണം അതേപോലെ തന്നെ ബൈബിളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 7 മുദ്രകൾ, അത് പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു, അത് നമ്മൾ ഒരുമിച്ചാണ് പഠിച്ചത്. നിങ്ങൾ തന്നെയാണ് അതിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഇത് ആ ചാർട്ടിൽ നോക്കി, വൈറ്റ് ഹോഴ്സ് വന്നു, റെഡ് ഹോഴ്സ് വന്നു, ബ്ലാക്ക് ഹോഴ്സ് വന്നു, പെയിൽ ഹോഴ്സ്, മഞ്ഞ ഹോഴ്സ് വന്നു. അത് കഴിഞ്ഞ് മാർട്ടിഡം, മരിക്കുന്നവരെ, മനുഷ്യരെ കൊല്ലുന്ന അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നവരെ കൊന്നവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദെൻ ഡാർക്ക്നെസ് വന്നു. പിന്നെ അടുത്ത കാര്യമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്, 144,000 പേരെ കുറിച്ച്. സോ വാട്ട് ഈസ് ദാറ്റ്? ചാപ്റ്റർ 7 ക്വിക്കായിട്ട് ഞാൻ പോകും, കാരണം ഇന്നത്തെ ലെസൺ അല്ല ഇത്, കഴിഞ്ഞ ആഴ്ചത്തെയാണ്. ചാപ്റ്റർ 7 there are 2 social redemption. അപ്പോ ഇവിടെ ന്യായവിധി ഉണ്ടാകുന്ന സമയത്ത് തന്നെ 2 റിഡംഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ചാപ്റ്റർ 7. 2 പാർട്ടായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ബൈബിളിൽ നോക്കിക്കേ, 1 മുതൽ 8 വരെ ഉള്ളത്, പ്രത്യേകിച്ചും 5 മുതൽ 8 വരെ അവിടെ ഗോത്രങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഗോത്രങ്ങൾ, അതിൽ ഒരു ഗോത്രം മിസ്സിംഗ് ആണ്. ആർക്കെങ്കിലും പെട്ടെന്ന് നോക്കിയിട്ട് പറയാമോ ഏത് ഗോത്രമാണ് ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന്? എനിബഡി? ഏത് ഗോത്രമാണ് അതിനകത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്? യഹൂദയുണ്ട്. 5-ൽ തന്നെ കൊടുത്തിട്ടുണ്ട് യഹൂദ, രൂബേൻ, ഗാദ്, ആശേർ, നഫ്താലി, മനശ്ശെ, ശിമെയോൻ, ലേവി, ഇസാഖാർ, സെബൂലൂൻ, യോസേഫ്, ബെന്യാമിൻ. ഏത് ഗോത്രം മിസ്സിംഗ്? Come on, don't give up. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും. ക്ലൂ തരാം. മലയാളത്തിൽ 2 ലെറ്റർ മാത്രവും ഇംഗ്ലീഷിൽ 3 ലെറ്റേഴ്സും ഉള്ള ഗോത്രം ഏതാണത്? ദാൻ. അത് തന്നെ, ആ ദാൻ അതിനകത്തില്ല. സോ പ്രോബബ്ലി അത് ഐഡൽ വർഷിപ്പുമായിട്ട് റിലേറ്റഡും കൂടുതൽ ദാൻ ഗോത്രത്തിൽ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പല വേദപഠിതാക്കളും പറയുന്നത്. ദാൻ ഗോത്രം വിഗ്രഹാരാധനയിൽ ഏറ്റവും കൂടുതൽ നിന്നത് കൊണ്ട് അവിടെ നിന്നും വിടുവിക്കപ്പെടുവാനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ഗോത്രം പൂർണ്ണമായിട്ടും അതിൽ നിന്നും ഇല്ലാതെ ഇരിക്കുന്നത് എന്നാണ് അതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ. അപ്പോൾ വീണ്ടും ഒരു ഡൗട്ട് ഉണ്ടാകും, അപ്പോൾ പിന്നെ 12 ഗോത്രം എങ്ങനെ എവിടെ വന്നതെന്ന്. ഓൾറൈറ്റ്, 12 ഗോത്രം പല വിഭജന രീതിയിൽ നമ്മുടെ ബൈബിളിലുണ്ട്. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മക്കളുടെ ക്രമമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യോസേഫ് എന്നത് ഒരു ഗോത്രമാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. യോസേഫ് എന്നുള്ളത് ഒരു ഗോത്രമാണ്. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മക്കൾ എന്നുള്ള പേര് രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസാഖ, സെബൂലൂൻ, യോസേഫ്, ബെന്യാമിൻ. അപ്പോൾ ഈ 12 ഗോത്രങ്ങൾ. എന്നാൽ ഗോത്ര വിഭജന സമയത്ത് ഈ ലാൻഡ് മുറിച്ചു കൊടുത്തല്ലോ. ഇപ്പോ ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് തുല്യമായിട്ട് കൊടുക്കുന്നത് പോലെ ഏത് ഗോത്രത്തിനാണ് ഗോത്ര വിഭജനത്തിൽ ലാൻഡ് കൊടുക്കാതെ ഇരുന്നത്? ആർക്കെങ്കിലും പറയാമോ? അവർക്ക് പട്ടണങ്ങൾ മാത്രമാണ് കൊടുത്തത്. അതേത് ഗോത്രത്തിനാ? മേക്ക് എ ട്രൈ, കം ഓൺ. പട്ടണങ്ങൾ മാത്രം കൊടുത്ത ഗോത്രം ഏതാണ്? ഇത് ഞാൻ വ്യക്തിപരമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ബട്ട് യു ക്യാൻ മേക്ക് എ ട്രൈ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല.
ഏത് ഗോത്രത്തിനാ? പട്ടണങ്ങൾ മാത്രം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ മാപ്പിൽ നോക്കിയാൽ ഗോത്ര വിഭജനത്തിൽ അവർക്ക് എന്താ പറയാ ലാൻഡ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഗോത്രം? ക്ലൂ തരാം. പറഞ്ഞോ, ശരിയാ, ലേവി ഗോത്രം. ലേവി ഗോത്രത്തിന് പട്ടണങ്ങൾ മാത്രം. കാരണം ലേവി ഗോത്രക്കാർക്ക് ദൈവം തന്നെ, ദൈവത്തിന് ശുശ്രൂഷക്കാരാണ്, ദൈവം തന്നെയാണ് അവരുടെ അവകാശം. അതുപോലെ അവർ കൂടുതലും ദൈവിക ശുശ്രൂഷയിൽ പെട്ടതുകൊണ്ട് അവർക്ക് കന്നുകാലികളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കിംഗ് പീപ്പിൾ എന്നുള്ള നിലയിൽ, പക്ഷെ കൂടുതലും അവര് നിൽക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ഏത് ഗോത്രങ്ങളിൽ എവിടെ വേണമെങ്കിലും പാർക്കുവാനായിട്ടുള്ള അനുവാദങ്ങളും പട്ടണങ്ങൾ ഇന്ന സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലേവി ഗോത്രത്തെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ മനശ്ശെ 2 ഭാഗങ്ങളിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ പാർട്ടല്ല, എങ്കിലും ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നും മാത്രം. പിന്നീട് നമ്മൾ കാണുന്നത് യോസേഫ് 2 ഗോത്രങ്ങളായിട്ട് വിഭജിക്കപ്പെടുകയാണ്. മനശ്ശെയും എഫ്രൈമും എന്നും. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ. ഇവിടെ കണ്ടോ യോസേഫ്, ഇവിടെ വീണ്ടും യോസേഫ് ഗൃഹമാണ്. പക്ഷെ അവിടെ നിങ്ങൾ നോക്കിയാൽ യഹൂദ, രൂബേൻ, ആശേർ, ഗാദ്, നഫ്താലി, മനശ്ശെ, ശിമിയോൻ, ലേവി, ഇസാക്കാർ, സെബൂലൂൻ, യോസേഫ്, ബെന്യാമിൻ. അപ്പോൾ മനശ്ശെ, എഫ്രൈം എന്നുള്ളത് വീണ്ടും ഒരുമിച്ച് യോസേഫ് എന്ന് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ചില ഭാഗങ്ങളിൽ യോസേഫ് എന്നുള്ള ഗോത്രത്തെ കാണുന്നില്ല, പകരം മനശ്ശെ ആൻഡ് എഫ്രൈം എന്നുള്ള യോസേഫിന്റെ 2 മക്കളായിട്ടാണ് കാണുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും 12 എന്നുള്ള ഗണം ഇവിടെ കാണാം. ഇവിടെ ദാനെ ഔട്ട് ആക്കിയിട്ടും എങ്ങനെയാണ് 12 വരാനുള്ള കാരണം? ലേവി ഗോത്രത്തെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് യഹൂദ, രൂബേൻ, ആശേർ, ഗാദ്, നഫ്താലി. ഓക്കെ, ഇവിടെ നോക്കിയേ, 6ാമത്തെ വാക്യത്തിൽ മനശ്ശെ എന്ന് നിങ്ങൾക്ക് കാണാം, എന്നാൽ താഴെ തന്നെ യോസേഫ് എന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, യോസേഫ്. പക്ഷെ എഫ്രൈമിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. ഓൾറൈറ്റ്, അപ്പോ അങ്ങനെയുള്ള ഒരു വിഭജനം മീൻസ് ഒരു പക്ഷേ എഫ്രൈം ആയിരിക്കാം യോസേഫ് എന്ന് തന്നെ കൊടുത്തിരിക്കുന്ന ഗോത്രം. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാം. യാക്കോബിന്റെ 12 മക്കളുടെ സിമ്പിൾ ആസ് ദാറ്റ് ഇങ്ങനെയാണ്. യാക്കോബിന്റെ 12 മക്കളുടെ പേരുകളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസാക്കാർ, സെബൂലൂൻ, യോസഫ്, ബെന്യാമിൻ. എന്നാൽ ഈ ഗോത്രങ്ങളുടെ വിഭജനവും അല്ലെങ്കിൽ ചിലരെ മാറ്റി നിർത്തി പിന്നെ ചിലരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓരോ അവസരത്തിൽ. ഇപ്പൊ ലാൻഡ് വിഭജനത്തിൽ ലേവിയില്ല. ഇതേപോലെ പല സന്ദർഭത്തിൽ വ്യത്യസ്തമായ ഒരു കോർഡിനേഷൻ നമുക്ക് കാണാം. ഇവിടെ ദാൻ ഇല്ല, പക്ഷെ അപ്പോൾ തന്നെ 12 ഗോത്രങ്ങളുടെ എണ്ണം ഉണ്ട് താൻ. ഓൾറൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് മുമ്പോട്ട് നോക്കാം, ആരെയാണ് റിഡീം ചെയ്യുന്നത്? ഹു ആർ ബീയിങ് സെപ്പറേറ്റഡ്. അപ്പൊ 12 ഗോത്രങ്ങൾ ഇവിടെയും ഉണ്ട്. അപ്പൊ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 പേര്, നിങ്ങൾ ബൈബിളിൽ നോക്കിക്കേ, അവിടെ ആവർത്തിച്ചു വന്നിരിക്കുന്ന ഒരു അക്കം എന്താണ്? 12,000, 12,000, 12,000, 12,000, 12,000. സോ 12,000 into 12 ഈക്വൽസ് 144,000. അതാണ് 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. See, look at verse 4. 144,000 people. ഇത് യഹൂദ ഗോത്രത്തിൽ നിന്നും കർത്താവിന് വേണ്ടി സാക്ഷ്യത്തിനായിട്ട് നിർത്തിയിരിക്കുന്നവരാണ്. നിങ്ങൾ നോക്കിയേ അതിന്റെ 4-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗോത്രങ്ങളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ. ഇവരാരാണ്? 2-ാമത്തെ വാക്യം, മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് എന്ന് പറഞ്ഞിട്ട്, ഈ മുദ്ര എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുദ്ര കൊടുക്കുന്നതാണ്. ഇതൊരു റിഡംഷനാണ്. അപ്പോൾ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന യഹൂദന്മാരിൽ നിന്നും 144,000 പേരെ പ്രത്യേകമായി റിഡീം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനുശേഷമോ, അത് ബൈബിളിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേഴ്സ് 9, ഇതിന്റെ ശേഷം സകല ജാതികളും ഗോത്രങ്ങളും വംശങ്ങളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം. സോ ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. ഇറ്റ് ഈസ് എ മൾട്ടിറ്റ്യൂഡ് ഈസ് ചോസൺ ഫ്രം ജെന്റൈൽസ്. ചാപ്റ്റർ 7 വേഴ്സ് 9. സോ 7-ാം അധ്യായത്തിൽ അത് ഏത് 2 മുദ്രയ്ക്ക് മധ്യത്തിലാണ്?
ക്വിക്ക് ആൻസർ. ഏത് മുദ്രകൾ പൊട്ടിക്കുന്നതിന്റെ മധ്യത്തിലായിട്ടാണ് ഈ സെലക്ഷൻ നടക്കുന്നത്? Between 6th and 7th. 6 and 7. Okay, between 6 and 7. ആ 6 and 7-ൽ നടക്കുന്ന ഒരു പാരന്തസിസ്, ഒരു ചെറിയ ടൈമിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്നും ചിലരെ ദൈവം വിടുവിക്കുന്നു, ജാതികളുടെ മധ്യത്തിൽ നിന്ന്. യഹൂദന്മാരുടെ മധ്യത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ there is a particular number. പക്ഷെ ജാതികളുടെ എത്ര പേരാ? ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ there. ഇത് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ട്രിബുലേഷൻ പീരീഡിൽ സംഭവിക്കുന്ന കാര്യം കേട്ടോ. ട്രിബുലേഷൻ പീരീഡ്, അവിടെ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതോ യഹൂദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ യഹൂദനെ സഹായിക്കുന്നതോ ആയിട്ടുള്ള ജാതികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വലിയ മൾട്ടിറ്റ്യൂഡ് ഓഫ് സെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മൾട്ടിറ്റ്യൂഡ് ഓഫ് ജെന്റൈൽസ്, അവര് തീർച്ചയായിട്ടും സെയിൻസ് ആണ്. ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം, വെള്ള നിലയങ്കി കയ്യിൽ ധരിച്ച്, എന്നിട്ട് അവര് ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവര് റെഡീംഡ് പീപ്പിൾ ആണ്, അല്ലാത്തവർ ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ വീണ്ടും നമ്മളൊരു വർഷിപ്പ് ആണ് കാണുന്നത്. വേഴ്സ് 10, 11 and 12 onwards. അപ്പൊ ഈ രണ്ട് റിഡംഷൻ. സോ വാട്ട് ഡു ദേ ഡു? ചാപ്റ്റർ 7 and verse 9 and 10 അവര് വർഷിപ്പ് ചെയ്യുന്നു. അതാണ് 7-ാമത്തെ അധ്യായത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും അവസാനം താഴോട്ട് 13, 14 വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതാണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ദിസ് ഇസ് വെരി ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യമല്ല മനസ്സിലാക്കി. അപ്പൊ നമ്മള് ഇപ്പൊ ക്രമപ്രകാരം നമ്മൾ പഠിക്കുമ്പോൾ ട്രിബുലേഷൻ പീരീഡ് ആരംഭിച്ചു, ഓരോ മുദ്രകൾ പൊട്ടിച്ചു, 6 മുദ്ര വരെ ഓരോരോ കാര്യങ്ങൾ, ഓരോ കുതിരകൾ വന്നു, അതിനുശേഷം ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പ് എന്താണ്? 2 റിഡംഷൻ നടക്കുന്നു. അതാണ് വെളിപ്പാട് 7-ാം അധ്യായം. ഓക്കെ, 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 8-ാമത്തെ അധ്യായം 1-ാം വാക്യം. What happened over there? There was a great silence. ഒരു അരമണിക്കൂറോളം മൗനത ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ഈ മൗനത എന്താ? നമ്മള് സാധാരണ മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. I hope you might have heard it. അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞാൽ തീ അണയാൻ പോവാം, പക്ഷെ പെട്ടെന്ന് ആളിക്കത്തിയിട്ടത് അണയാൻ പോവാം. അപ്പൊ ഇവിടെ ഒരു മൗനത ഉണ്ടായി. പക്ഷെ അത് ആ മൗനം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വരുവാനായിട്ട് പോകുന്ന വലിയ ആപത്തിന്റെ ഒരു മൗനതയാണ്, അല്ലെ ഇനിയും വരുവാൻ പോകുന്ന വലിയ കഷ്ടതയുടെ ഒരു മൗനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് എ പ്രൂഫ്? ദ പ്രൂഫ് ഈസ്, ഇനി നിങ്ങൾ ബൈബിളിൽ നോക്കുക, ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, ബട്ട് ട്രൈ യുവർ ബെസ്റ്റ്. ഓക്കെ, എങ്കിലേ നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അല്ലെ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിങ്ങൾ തന്നെ ബൈബിളിൽ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തുക. അത് നമുക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, നൗ റെവലേഷൻ ചാപ്റ്റർ 8 and verse 2. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ മൗനത ഉണ്ടായതിന് ശേഷം സംഭവിച്ച കാര്യമാണ് നമ്മൾ ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് വീണ്ടും വർഷിപ്പ് തന്നെയാണ്. ഓക്കെ, 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിന്. ഇത് കാഹളം ഊതുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ കൺക്ലൂഷൻ ആണിത്. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീരുന്നു. വിച്ച് മീൻസ് ഇതെപ്പോഴാ? ആർക്കെങ്കിലും ഒരു ക്വിക്ക് ഉത്തരം പറയാമോ? ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും ക്രിസ്തുവിനും ആയി തീർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എൻഡ് ഓഫ് ഏത് പീരീഡാ? പറഞ്ഞോ. കർത്താവിന്റെ, അപ്പൊ ഏത് രാജ്യമാ അത്? ഒരു ഡിസ്ക്രിപ്ഷൻ പറയാമോ? ആ രാജ്യത്തിന്റെ മറ്റൊരു പേരെന്താ? മില്ലേനിയൽ കിങ്ഡം. വെരി ഗുഡ്. അപ്പൊ മില്ലേനിയൽ കിങ്ഡം ആയി കർത്താവിന് വന്നു എന്ന് പറയുമ്പോൾ എന്ത് അവസാനിച്ചു എന്നാ നമ്മൾ കരുതേണ്ടത്? ട്രിബുലേഷൻ പീരിയഡ്. യെസ്. അപ്പോ 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ രാജാവ്, മഹാരാജാവ് റെഡിയാണ്. അപ്പോൾ ഇനിയും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഇന്നത്തെ പ്രത്യേകിച്ചും ഈ കാഹളം എന്ന് പറയുന്ന 7 കാഹളവും 7-ാമത്തെ കാഹളം എന്ന് പറയുന്നത് വെളിപ്പാട് 20-ാം അധ്യായം വരെ പോകുന്ന കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇൻ ബിറ്റ്വീൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് 7 കാഹളത്തെ കുറിച്ചാണ്. 7 മുദ്രകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. 7-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴാണ് 7 കാഹളം പിടിച്ചുകൊണ്ടുള്ള ദൂതന്മാർ റിവീൽ ആയത്. സോ ലെറ്റ്സ് സീ.
ആൻഡ് ഐ സോ, അപ്പോൾ ദൈവസന്നിധി. ചോദ്യം എപ്പോൾ? എപ്പോഴാണ്? ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ. അതാണ് ഒന്നാമത്തെ. ഇവിടെ നമ്മൾ കാണുന്ന 7:2 അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ. അവിടെ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വെൻ. സോ നമുക്ക് ബൈബിളിനോട് തന്നെ ചോദിക്കാം, വെൻ the 7th seal was broken. Yes. സോ ഇതാണ് അതിന്റെ ഉത്തരം. ഇനി ഹു ആർ ദ പേഴ്സൺ, ഇത് നിങ്ങളുടെ ക്ലാസ് അസൈൻമെന്റ് ആണ് കേട്ടോ. 8-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ 3 മുതൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. വായിച്ചതിന് ശേഷം ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്താൻ പോവാണ്. ഓൾറൈറ്റ്, എല്ലാവരും വായിക്കുക. ഞാൻ ആരോട് വേണേലും ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത്രയും വാക്യത്തിൽ ഏതൊക്കെ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും? വ്യക്തികൾ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, എന്തൊക്കെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ തിങ്സ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും? ഒറ്റ വാക്കില് ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നമുക്കധികം സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2 പേരെ ചൂസ് ചെയ്യാം. സോണി, 1 സോണി, 2 അക്ഷ. നിങ്ങൾക്ക് 2 പേർക്കും മാറി മാറി പറയാം. ഓക്കെ, നോക്കിയിട്ട് പറയാം. പേഴ്സൺസ് ഇൻവോൾവ് ഹിയർ ആരൊക്കെ? ദൂതൻ. ഓക്കെ, ദൂതനുണ്ട്. പോരട്ടെ. സോണി കേൾക്കാമോ? പറഞ്ഞോ. അക്ഷയ്ക്ക് കിട്ടുന്നതൊക്കെ പറഞ്ഞോ. വിശുദ്ധന്മാരുണ്ട്. I will add rejoice also. Rejoice. Aksha continue ചെയ്തോ. Rejoice also. കിട്ടുന്നു. വിശുദ്ധന്മാര്, ദൂതൻ. കറക്റ്റ്. പോരട്ടെ. ഓക്കെ, ഓപ്പൺ ടു ഓൾ. ആർക്കും പറയാം. അങ്ങനെ പറയാം, ആരും പറയില്ല അല്ലേ? കമോൺ. ഓപ്പൺ ടു ഓൾ. ആരൊക്കെയുണ്ട് ആ സീനിൽ? പെട്ടെന്ന് പറയാം, നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നു. God is there. Very good observation. Yes. പിന്നെ ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. So definitely God. ഏഞ്ചൽസ് ഉണ്ട്. ഏഞ്ചൽ ഉണ്ട്. മറ്റൊരു ദൂതനുണ്ട്. 7 ദൂതന്മാരുണ്ട്. വെരി ഗുഡ്. പിന്നെ ഓക്കെ, ആദ്യത്തേതിന്റെ നമ്മുടെ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു എന്ന് വിചാരിക്കണം. ഗോഡ്, 7 ഏഞ്ചൽസ്, അനദർ ഏഞ്ചൽ, സെയിൻസ്. സൂപ്പർ. രണ്ടാമത്തെ ചോദ്യം, ഒബ്ജക്ട് ഓർ തിങ്സ് ഇൻവോൾവ്. എന്തൊക്കെയുണ്ട് അവിടെ? സ്വർണ്ണധൂപമുണ്ട്. ഓക്കെ, ഗോൾഡൻ. ഇൻസെൻസ് ഉണ്ട്. ഫയർ. എന്താണ്? Trumpets. Yes, trumpets ഉണ്ട്. Fire. Yes, good observation. Fire. Altars. കേട്ടില്ല. Throne. മനസ്സിലായില്ല. അങ്കിൾ അവൻ പറഞ്ഞ ത്രോൺ. Very good job. Throne. Good observation. Very good. പിന്നെ ലൈറ്റ്നിങ് ഉണ്ട്. Thunder. Earthquake. Very good. See, ഇത്രയും സാധനങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒബ്സർവേഷൻ ഒക്കെ കറക്റ്റ് ആണ്. 7ാമത്തെ മുദ്രയുണ്ട്. 1 മുതലാണ് ഞാൻ പറഞ്ഞത്. 7ാമത്തെ മുദ്ര, ട്രംപറ്റ്, ത്രോൺ, സ്മോക്ക്, ഫയർ, തണ്ടർ, വോയിസ്, ലൈറ്റ്നിങ്, എർത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. 7 കാഹളം ലഭിച്ചു. ഈ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവിടെ ആ ഇവന്റിൽ ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇനി ഞാൻ ഓരോരുത്തരോട് ചോദിക്കും. ഓക്കെ, ഒന്നാമത്തെ ആൾ ഊതി, കാഹളം ഊതി. അപ്പോൾ പറയേണ്ടത്
എന്താണ് എഫക്റ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഏബൽ, ഒന്നാമത്തെ കാഹളത്തിന്റെ എഫക്റ്റ് എന്തെല്ലാമായിരുന്നു? ഏബൽ, 7ാമത്തെ വാക്യം, 8:7 നോക്കിയിട്ട് പറയാം. Hail and fire. ഓക്കെ, ഹെയിൽ ആൻഡ് ഫയർ. പിന്നെ പോരട്ടെ, വാട്ട് എൽസ്? Third part of the tree was burned up. തേർഡ് പാർട്ട് ബേൺഡ് അപ്പ് ചെയ്തു. All പിന്നെ green grass were burned up. ബേൺഡ് അപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. അപ്പോ 1/3 ഓഫ് ദ പാർട്ട് ഈസ് ഗോൺ. ഒന്നാമത്തെ കണ്ട് രക്തം കലർന്ന കൽമഴ, ഹെയിൽ സ്റ്റോം, ഫയർ വന്നു, 1/3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ പച്ചപ്പുല്ല് വെന്തുപോയി. ഓക്കെ, അപ്പോ ഭയങ്കര. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ട്രിബുലേഷനിൽ ഇതൊരു റിയാലിറ്റിയാ, അല്ലാതെ ഇങ്ങനെ സംഭവിച്ചേക്കുമെന്നോ. ഇത് ജോൺ വരാൻ പോകുന്ന കാര്യങ്ങളെ എൻവിഷൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ചെറിയ കാട്ടുതീ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ ന്യൂസ് ആണ്. ഇത് 1/3 ഓഫ് ദി എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ സോ വൃക്ഷങ്ങള് ഭൂമിയിൽ 1/3 വെന്തുപോയി. പക്ഷെ മനുഷ്യന്റെ നഷ്ടത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പ്രോബബ്ലി ദേ മൈറ്റ് ഹാവ് എസ്കേപ്പ്. കാരണം ഇന്ന് പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് എന്നാണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഇന്നാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കറിയാം, ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻസ് ആർ ദെയർ നൗ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം, പെട്ടെന്ന് പോവാം. ഓക്കെ, സെക്കൻഡ് ഹന്ന, രണ്ടാമത്തെ ദൂതൻ ഓതിയപ്പോൾ എഫക്ട് എന്തെല്ലാമാണ്? What are the effects? 8 and 9. A third of a sea turned into blood. Okay. A blaze was thrown into the sea. Okay. The living creatures in the sea died. Living creatures in the sea specified ആണത്. അപ്പോൾ അവിടെ മനുഷ്യനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ A third of the ship were destroyed. Fleet. അത് മനുഷ്യന്റെ ബിസിനസ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ്. കടലിൽ 1/3 രക്തമായി തീർന്നു, പ്രാണനുള്ള. അപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സമുദ്രത്തെയാണ്. ഇനി നെക്സ്റ്റ് പേഴ്സൺ, ബെസലേൽ, 3ാമത്തെ ട്രംപറ്റ് ഊതിയപ്പോൾ എന്താ സംഭവിച്ചത്? എഫക്ട് 10-11. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തുനിന്ന് വീണു. ജീവൻ പോലെ ജ്വലിക്കുന്ന. സോ ഇറ്റ് കുഡ് ബി എ പേഴ്സൺ. ഓക്കെ, ഒരു മഹാനക്ഷത്രം, മേ ബി ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. പിന്നെ നദികളിൽ 3/1 നീരുറവിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് ഒരു പേരുണ്ട്, കാഞ്ഞിരം എന്ന് പേർ. കാഞ്ഞിരം. നിങ്ങൾക്ക് ഈ കാഞ്ഞിരം എന്ന് പറഞ്ഞ മരം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, ഭയങ്കര കയ്പാണ്. ഓക്കെ, സോ അതല്ല ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അത് മലയാളത്തിൽ അങ്ങനെ തർജ്ജിമ ചെയ്തിരിക്കുന്നു. അത് കയ്പായി. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ മക്കളുമായിട്ട് വരുമ്പോൾ കയ്പുള്ള ഒരു സ്ഥലം മാറ നമുക്കറിയാൻ പറ്റും, അല്ലെ? അപ്പൊ ആ കയ്പ് കഴിച്ച്, പിന്നെ കയ്പ് കഴിച്ച് മരിച്ച വേറെ എന്തെങ്കിലും ഇവന്റ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? യെസ്, പായസത്തിലെ കയ്പ് അല്ലെങ്കിൽ മരണം, അല്ലെ? എലിഷയുടെ കാലം. സോ ഇവിടെ കയ്പ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ്, അതൊരു ഒരു എന്താ പറയാ, വിഷം തന്നെയാണ്. അപ്പോ അവിടെ മനുഷ്യര് മരിക്കുന്ന പലരും എന്നുണ്ട്, എത്രയാണെന്നൊന്നും നമുക്കവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു വളരെ പീഡനമായ ഒരു കാലമാണ്. എങ്ങനെങ്കിലും ഇതൊന്ന് തീർന്നാ മതി എന്ന് ആഗ്രഹിക്കുന്ന, റൈറ്റ്? 4ാമത്തത് ശ്വേത, 4ാമത്തെ ദൂതൻ ഓതിയപ്പോൾ എന്താ സംഭവിച്ചത്? 12 verse 12. പറഞ്ഞോ, കേൾക്കുന്നില്ല. ശ്വേത പറയുന്നുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. എന്ത് പറ്റി? അപ്പോൾ സൂര്യനിൽ നിന്ന് 3/1 ചന്ദ്രനിൽ 3/1 നക്ഷത്രത്തിൽ 3/1 ബാധ തട്ടി. അപ്പൊ എത്ര സൂര്യനുണ്ട്? ഇപ്പൊ 3/1 എന്ന് പറയുമ്പോ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോ ഇറ്റ് മേ കൺഫ്യൂസസ്. അപ്പോൾ സൂര്യനിൽ 3/1. See, look at in English. And third part of the sun. സൂര്യനെ 3ആയിട്ട് തിരിച്ചാൽ ആ ഒരു ഭാഗം,
അങ്ങനെ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3. അപ്പൊ സൂര്യനുകളിൽ 1/3 അല്ല, ചന്ദ്രനുകളിൽ നിന്നല്ല. അപ്പോൾ അവയിൽ 1/3 ഇരുണ്ടുപോയി. അതിന്റെ എക്സ്പ്ലനേഷൻ ഒരുപക്ഷെ താഴെ നമുക്ക് കാണാൻ പറ്റും. മേ ബി ലൈക്ക് രാവും പകലും 1/3 വെളിച്ചമില്ലാതെയാണ്. ഒരുപക്ഷെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ലൈറ്റ് കൊടുക്കാതെയായി എന്നതാകാം അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ പകുതി ഭാഗം മാത്രം മങ്ങിയിരിക്കുന്ന അങ്ങനെയാകാം. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ഇത് തീർച്ചയായിട്ടും മനുഷ്യനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചന്ദ്രന്റെയോ സൂര്യന്റെയോ പ്രകാശം കൂടുന്നതോ ഇരുളാകുന്നതോ നമുക്കറിയാം. സമുദ്രത്തിൽ പോലും ചന്ദ്രന്റെ ആകർഷണം കാരണം വേലിയേറ്റം, സമുദ്രം കരയിലേക്ക് കൂടി വരും, കുറഞ്ഞു വരും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ആക്ച്വലി. സോ ഇവിടെ നമ്മൾ അതിന്റെ സയന്റിഫിക് ഇത് അന്വേഷിച്ചു പോയാൽ വി മേ നോട്ട് കം ടു എ കൺക്ലൂഷൻ. കാരണം നമുക്കറിയത്തില്ല ഇത് ഭാവിയിൽ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യം. പിന്നെ നമുക്ക് എക്ലിപ്സ് അങ്ങനെയുള്ള കാര്യം ഉണ്ടാകുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോകുന്ന ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഫോർ സം ടൈം ഓൺലി. വീണ്ടും ലൈറ്റ് വരുന്നു. പക്ഷെ ഇത് തീർച്ചയായിട്ടും രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ഒക്കെ പോലെ ചിലപ്പോ പോകും, ചിലപ്പോ വരും, അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കാം. കാരണം രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ഓക്കെ, ഇപ്പോ 7 days ഉണ്ടെങ്കിൽ മൺഡേ, ദെൻ വെനസ്ഡേ, ദെൻ ഫ്രൈഡേ എന്ന് പറയുന്നത് പോലെ. സോ അതൊരു കഷ്ടതയാണ്, അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം 2 വർഷം മുമ്പ് കേരളത്തില് വെള്ളപ്പൊക്കം വന്ന് മഴ നിർത്താതെ പെയ്തപ്പോൾ സൂര്യനെ കാണാനായിട്ട് കൊതിച്ചു അല്ലെ. അതൊരു കഷ്ടതയാണ്. ദാറ്റ് ഈസ് റിയലി എ ട്രബിൾസം സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ ഓൾറെഡി കുറെ കഷ്ടതകൾ കഴിഞ്ഞിട്ടാണ് ഇതോടെ വരുന്നത്, നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് വിളിക്കുന്നത്, ഗ്രേറ്റ് ട്രിബുലേഷൻ. സോ അടുത്തത് അഞ്ചാമത്തെ ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു വാക്യമുണ്ട്. നോക്കിക്കേ, ചാപ്റ്റർ 8 and verse 30. അനന്തരം ഒരു ദൂതൻ. ഈ ദൂതൻ ഇറ്റ്സ് എ സെപ്പറേറ്റ് വൺ, നോട്ട് വിത്ത് ദ ട്രംപറ്റ്. അനന്തരം മലയാളത്തിൽ ചില തർജ്ജിമയിൽ കൊടുത്തിരിക്കുന്നത് കഴുകെന്നാണ്. കഴുക്, ഓക്കെ, പറക്കുന്ന ഒരാശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇൻ സം അതർ മെനി എന്റെ മലയാളം തർജ്ജിമയിലും ദൂതൻ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇൻ സം ട്രാൻസ്ലേഷൻ യു വിൽ സീ കഴുക് എന്ന് പറയും, എന്ന് വായിക്കും. ഇറ്റ് ഇസ് ജസ്റ്റ് എ മെസ്സഞ്ചർ. ദൂതൻ എന്ന് പറഞ്ഞാൽ ഒരു മെസ്സഞ്ചർ എന്നാണ്. ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളം ഹേതുവായി. അപ്പോൾ ഇപ്പൊ 3 പേര് 4 പേര് ഊതിക്കഴിഞ്ഞു. ഇനി 3 പേര് കാഹളം ഊതാൻ ആയിട്ടുണ്ട്. അതിനു മുമ്പ് പുള്ളി ഒരു ഹെറാൾഡ് ആയിട്ട് വന്നിട്ട് പറയാണ്, അയ്യോ കഷ്ടം 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 എന്ന്. ഓക്കെ, സോ ഹി ഈസ് ജസ്റ്റ് അഗെയിൻ പ്രൊക്ലൈമിങ് ടു ദ പീപ്പിൾ ഇൻ ദി എർത്ത് ദാറ്റ് again you are going to suffer. ഇനിയും നിങ്ങൾ കഷ്ടത അനുഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പ്രൊക്ലൈമർ ആയിട്ടുള്ളൊരു ഏഞ്ചലിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അഗെയിൻ 9ാമത്തെ അധ്യായം മുതൽ വീണ്ടും നമ്മൾ 5ാമത്തെ ട്രംപറ്റ് കാണുന്നു. 5ാമത്തെ ട്രംപറ്റ് ഞാനിത് വായിക്കാം, നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ മതി. ഓക്കെ, 5ാമത്തെ ദൂതൻ ഊതുമ്പോഴുള്ള എഫക്റ്റ് ഒത്തിരി വലുതാണ്. അത് 12ാം വാക്യം വരെ ഉണ്ട്. ഇറ്റ്സ് എ ലോങ് പോർഷൻ. അപ്പോ ഇപ്പൊ നമുക്ക് വായിച്ചത് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ആ ഉത്തരങ്ങൾ ഇടുകയാണ്. ഇവിടെ നോക്കുക, ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണത്? എ സ്റ്റാർ ഫെൽ. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണു. അവന് എന്ന് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ആർക്ക്? ആർക്ക്? 5ാമത്തെ ദൂതൻ. 5ാമത്തെ ദൂതനല്ല ലഭിക്കുന്നത്, അത് സ്പെസിഫൈ ആണ്. 5ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന്. സോ ഈ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ഒരു പേഴ്സൺ ആണ്. അത് നമ്മൾക്ക് തോന്നിയതുപോലെ അങ്ങ് പറയാണോ? നോ. പിശാചിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ബൈബിളിൽ, നക്ഷത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പറയാമോ? വാട്ട് സ്റ്റാർ? എനിബഡി in the Old Testament? Arunodaya Putranaya Shukra. Have you heard this? Morning star.
ഓക്കെ, പഴയ നിയമത്തിലെ ഒരു പ്രയോഗമാണ്, പ്രത്യേകിച്ച് യെശയ്യാവ് 14 അധ്യായം, യെഹെസ്കേൽ 28 അധ്യായം. സൈറ്റന്റെ ഫോളിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആ വെളിച്ചദൂതൻ, കാരണം പുതിയ നിയമത്തിലും പിശാചിനെ വിളിക്കുന്ന ഒരു പ്രത്യേകതയാണ് വെളിച്ചദൂതന്റെ വേഷത്തിൽ അവൻ വരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ആക്ച്വലി ആരാണ് പിശാച്? പിശാച് ഒരിക്കൽ അവൻ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു ദൂതനായിരുന്നു. അവന് സ്വയം പ്രൈഡ് വന്നിട്ട് അവൻ ദൈവത്തിനെതിരെയായിട്ട് മാറിയതാണ്. സോ ഹി ഈസ് ദ സ്റ്റാർ മെൻഷൻഡ് ഓവർ ഹിയർ. ഓൾറൈറ്റ്, അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ നമ്മൾ പിന്നീടുള്ള അധ്യായത്തിൽ കാണും. ഓക്കെ, പിശാചിനെ സ്വർഗത്തിൽ നിന്നും ഇറക്കുന്ന കാര്യങ്ങൾ 12 അധ്യായത്തിൽ നമുക്ക് പിന്നീട് കാണാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയാണ് എഫക്റ്റ്? ഈ ദൂതന് ഊതിയപ്പോൾ സ്റ്റാർ വീണു, അവനൊരു താക്കോല് കിട്ടി. വേഴ്സ് 1, അഗാധ കൂപം തുറന്നു, ബോട്ടംലെസ് പിറ്റ്. ഇവിടെയാണ് അവനെ തന്നെ ഇടാനായിട്ട് പോകുന്നത്. പിന്നെയോ, ആകാശം ഇരുണ്ടുപോയി, വെട്ടുക്കിളികൾ പുറപ്പെട്ടു. ദാറ്റ് ഈസ് അബൌട്ട് ദി ആർമി. പക്ഷേ ഭൂമിയിൽ മനുഷ്യർക്കല്ലാതെ ഒന്നിനും കേടുവരുത്തരുത്. നൗ ദ പീപ്പിൾ ആർ ഗോയിങ് ടു സഫർ ഹിയർ. എത്ര നാളാണ്? അതും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അവിടെ. 5 മാസം. കൊല്ലുവാനല്ല, ദണ്ഡിപ്പിക്കാനത്രേ അധികാരം ലഭിച്ചത്. സോ nobody is going to die there, but almost a death experience, but they cannot die. നോക്കിക്കേ, 6ാമത്തെ വാക്യം ഇൻ മലയാളം, വേഴ്സ് 6, ഈവൻ ഇൻ ഇംഗ്ലീഷ്. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല. they wish to die but they cannot die. പക്ഷെ അതുപോലത്തെ ഉപദ്രവം ഉണ്ടാകും. How many months? 5 months. Severe trouble. Okay, on the 5th trumpet. അഗാധ കൂപം ഓപ്പൺ ആക്കുന്നു എന്നതിന്റെ അർത്ഥം ദുഷ്ടാത്മസേന അനവധിയായിട്ട് അവരുടെ പ്രവൃത്തി വർദ്ധിപ്പിക്കുന്നു എന്ന ആശയമാണ് അവിടെ ഉള്ളത്. അർത്ഥമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. Now, what were the effect of 6th trumpet? 6ാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? And what was his duty to perform? അവന് എന്തോ കാര്യം ചെയ്യുവാനും ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യുവാനായിട്ടുണ്ടായിരുന്നത്? 13 to 21. അതും ഒരു ലോങ് പോർഷൻ ആണ്. ഞാൻ അതിന്റെ ഉത്തരങ്ങൾ പറയാം, നിങ്ങൾ ബൈബിളിൽ നോക്കി അത് കണ്ടെത്തിയാൽ മതി, ആ ഫ്രൈസസ് എവിടെയാണെന്നുള്ളത്. അവൻ കാഹളം ഊതിക്കഴിഞ്ഞ ഉടനെ 6ാമത്തെ ദൂതനൂതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട് യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. ഓക്കെ, അപ്പോൾ 4 ഈവിൾ സ്പിരിറ്റിനെ അഴിച്ചുവിടാനായിട്ടുള്ള കൽപ്പനയാണ് 6ാമത്തെ ദൂതന് ഉണ്ടാകുന്നത്. ഹി ഹാസ് an additional responsibility to do. What are their descriptions? 17ാമത്തെ വാക്യത്തിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തീ നിറം, രക്തനിലം, ഗന്ധകവർണം, കവചം, സിംഹങ്ങളുടെ തല. We don't know exactly how it looks and what it is. യോഹന്നാൻ കണ്ട, തനിക്ക് മനസ്സിലായ ഒരു രൂപരേഖ നമ്മളോട് പറയുകയാണ്. ഇനി what did they do to earth? അവർ ഭൂമിയിൽ എന്താ ചെയ്തത്? 18ാമത്തെ വാക്യം, തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3-1 മരിച്ചുപോയി. സോ മനുഷ്യര് 3-1 മരിക്കുന്ന ഒരു വലിയ ആപത്ത്. അപ്പോൾ മനുഷ്യൻ വളരെ മരണം ആഗ്രഹിച്ചിരുന്ന സമയത്താണ് അടുത്ത ട്രംപറ്റ് ഊതുന്നത്. ആൻഡ് there comes death. All right. അത് കഴിഞ്ഞിട്ടോ, what did the remaining people do instead of? അപ്പോ തുടർന്ന് ഉള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 20-21 വാക്യങ്ങളിൽ മരിച്ചു പോകാത്ത, ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യർ. Verse 20, what did they do? അവര് വീണ്ടും എന്താ ചെയ്തേ? They worshipped idols. They did not seek the help of God. അവിടെ കണ്ടില്ലേ, മാനസാന്തരപ്പെട്ടില്ല എന്ന് 2 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുണ്ട്. The last end part of verse 20 and the end part of verse 21. അവരും മാനസാന്തരപ്പെട്ടില്ല. See, ഇത്രയും പ്രതികൂലത്തിലൂടെ കടന്നുപോയിട്ടും അവർ വീണ്ടും ഭൂതങ്ങളെ ആരാധിച്ചു, ഭൂതങ്ങളെ നമസ്കരിച്ചു. The worst part, അല്ലെ? എത്രയോ പ്രതികൂല പീഡനത്തിലൂടെ കടന്നുപോയിട്ടും ദൈവത്തെ അന്വേഷിച്ചില്ല. Okay, that is what written here. Now, വീണ്ടും മറ്റൊരു ദൂതനെ നമുക്ക് കാണാം. That is in chapter 10. ബലവാനായ മറ്റൊരു ദൂതൻ
സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. ഇത് ട്രംപറ്റ് ഊതുന്ന ആളുകളല്ല. ഓക്കെ, സോ ഹൗ ക്യാൻ വി കൺക്ലൂഡ് ദാറ്റ് ദിസ് ഏഞ്ചൽ വാസ് എ ഡിവൈൻ വൺ? ഈ ദൂതൻ ഒരു മോശമായ ദൂതനല്ല, ഇതൊരു ഡിവൈൻ, തീർച്ചയായിട്ടും ഒരു ഡിവൈൻ എംബോഡിമെന്റ് ആണ്. അത് നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അവൻ ഒരു ദൈവ പുരുഷനായിരുന്നു ഈ ദൂതൻ എന്നുള്ളത്? 10-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഗ്ലോറിയസ് ഡിസ്ക്രിപ്ഷൻ ആണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ അവിടെ ഇൻ വേഴ്സ് 1, അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ഇത് റെവലേഷൻ 1-ൽ കർത്താവിനെ യോഹന്നാൻ കാണുമ്പോഴുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. പിന്നെ ആ ദൂതന്റെ കയ്യിൽ ഒരു ചെറിയ പുസ്തകമുണ്ടെന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഇൻ വേഴ്സ് 2. എന്താണ് ആ പുസ്തകം? ലുക്ക് അറ്റ് വേഴ്സ് 9. ഓക്കെ, എന്താണ് ആ പുസ്തകം എന്നുള്ള വിശദീകരണം ഇവിടെ തന്നെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വേഴ്സ് 9, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന പുസ്തകം തരുവാൻ പറഞ്ഞു. ആര്? യോഹന്നാൻ. എന്നിട്ടോ അവൻ എന്നോട് ഇത് വാങ്ങി തിന്നാൻ പറഞ്ഞു. പുസ്തകം ആരെങ്കിലും കഴിക്കുമോ? പുസ്തകം കഴിക്കില്ല. പക്ഷെ നമുക്കറിയാം ഇതൊരു വിഷനാണ്. അതുപോലെ അത് യോഹന്നാൻ അതെന്തായാലും അത് ചെയ്യേണ്ടതാണ്. മേ ബി നമുക്കറിയാം അത് കഴിക്കുവാൻ ഉള്ള രീതിയിലുള്ള എന്തെങ്കിലും ആയിരിക്കാം. ബട്ട് ഇറ്റ്സ് ആൻ എംബ്ലമാറ്റിക് തിങ്. പക്ഷെ ആ പുസ്തകത്തിന്റെ ഒരു ഇൻഡിക്കേഷൻ പറയാണ്, ഇത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഇതെന്താ ഇത്? സി, അതിന്റെ എക്സ്പ്ലനേഷൻ 11-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇത് പ്രവചനമാണ്. ഓക്കെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. ഇനി സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ഐ നോ ഇറ്റ് ഈസ് ടഫ്. പക്ഷെ എന്താ പറയാ, നമുക്ക് നമ്മുടെ പോർഷൻ അനുസരിച്ച് ഒരു സ്കെലിറ്റൻ മാത്രമേ എനിക്ക് തരാനായിട്ട് കഴിയുകയുള്ളൂ. ഹോപ്പ് നമുക്ക് മറ്റുള്ള ഒത്തിരി പുസ്തകങ്ങളുടെ ആവശ്യമില്ലാതെ വ്യക്തിപരമായിട്ട് ഇതിന്റെ പ്ലെയിൻ റീഡിങ് നമ്മൾ മനസ്സിലാക്കണം. ഡീപ്പർ മീനിങ്ങിലോട്ടൊന്നും ആദ്യം നമ്മൾ പോകണ്ട. പ്ലെയിൻ മീനിങ്, ഇതുപോലെ ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു, ആൻഡ് വാട്ട് ഈസ് ദി എഫക്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വലി ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററോടെ നമ്മൾ ഇന്ന് തീർക്കേണ്ടതാണ്. ബട്ട് അവർ ടൈം ഈസ് അപ്പ്. തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത്, നമ്മളിത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബൈബിൾ ഒന്ന് വായിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകും. സംശയങ്ങൾ നിവാരണം വരുത്തുക. കൂടുതലായിട്ട് അപ്പൊ ഈ സ്കെലിറ്റൻ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് താല്പര്യമാകും ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഡോണ്ട് ലീവ് ഇറ്റ് ഹാർഡ് ആണെന്ന് പറഞ്ഞ് മടക്കി വെക്കരുത്. ട്രൈ യുവർ ബെസ്റ്റ്. ഗോഡ് ബ്ലസ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക്